ഗുഡ് മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. അങ്ങനെ നമ്മൾ 4th സെമ്മിലേക്ക് കടന്നു. 3rd സെമ്മിൽ നമ്മൾ റെഗുലേറ്ററി ഫ്രെയിംവർക്കാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ കമ്പനിയുടെ കാര്യങ്ങൾ, അതായത് കോർപ്പറേറ്റ് റെഗുലേഷൻസ് എന്നാണ് നമ്മളുടെ പേപ്പറിൻ്റെ പേരായിട്ട് വരുന്നത്. അപ്പം ഇന്നലെ ഞാനത് സിലബസ് ഇട്ടു, ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. ലെക്ചർ അവേഴ്സ് നമുക്ക് 4 പീരീഡാണുള്ളത്. ക്രെഡിറ്റ് 4 ഇന്റേണൽ മാർക്ക് 20 ഉണ്ട്, എക്സ്റ്റേണൽ മാർക്ക് 80 ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഈ സബ്ജക്റ്റ് പഠിക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു ഫെമിലറൈസ് ദ സ്റ്റുഡൻസ് വിത്ത് കോർപ്പറേറ്റ് ലോ ആൻഡ് ടു മേക്ക് ദം അവെയർ ഓഫ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കോർപ്പറേറ്റ് ഗവർണൻസ് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻസ്. ഒരു ഓർഗനൈസേഷനിൽ കോർപ്പറേറ്റ് ഗവർണൻസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. മോഡ്യൂൾ 1 2013 കമ്പനീസ് ആക്ടിന്റെ ഇൻട്രഡക്ഷനെ കുറിച്ചിട്ടാണ്. അതിന്റെ ഒബ്ജക്ട്സ് എന്തൊക്കെയാണ്, അതിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ്, കൈൻഡ്സ് ഓഫ് കമ്പനീസ്, അതായത് പ്രൈവറ്റ് കമ്പനി ഉണ്ട്, പബ്ലിക് കമ്പനി ഉണ്ട്, അസോസിയേറ്റ് കമ്പനി ഉണ്ട്, ഡോർമെന്റ് കമ്പനി ഉണ്ട്, 1 പേഴ്സൺ കമ്പനി, സ്മോൾ കമ്പനി, ഗവൺമെന്റ് കമ്പനി, ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ. എന്താണ് ലിഫ്റ്റിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിലിന്റെ കൺസെപ്റ്റ്? അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിൽ 8 അവർന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിനറിയാം ആ സമയം കൊണ്ടൊക്കെ ഇത് കഴിയുന്നുള്ള കാര്യം. ഇനി അടുത്തതാണ് ഫോർമേഷൻ ഓഫ് കമ്പനി. ഒരു കമ്പനി നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം, അതിന്റെ പ്രൊമോഷൻ എങ്ങനെയായിരിക്കണം, ആരൊക്കെയാണ് അതിൽ വരുന്നത്, എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം, ക്യാപിറ്റൽ എങ്ങനെ നമുക്ക് റേസ് ചെയ്യാൻ പറ്റും, ഒരു ബിസിനസ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ കോൺട്രാക്ട്സിലാണ് നമ്മൾ ഏർപ്പെടേണ്ടത്, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ഇതിന് വേണം, എന്താണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതിന്റെ ഡെഫിനിഷൻ, കണ്ടൻസ്, എപ്പോഴൊക്കെയാണ് ഓൾട്ടർ ചെയ്യുന്നത്, അതിലെന്തെങ്കിലും ബ്രേക്ക് എന്തെങ്കിലും വരുത്തുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഓഫ് അൾട്രാ വയേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ, അതിന്റെ ഡെഫിനിഷൻ, കണ്ടൻസ്, ഓൾട്ടറേഷൻ, മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും തമ്മിലുള്ള ഡിഫറൻസസ്, ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്, പ്രോസ്പെക്ടസ്, കണ്ടൻസ്, സ്റ്റേറ്റ്മെന്റ് ഇൻ ലൂ ഓഫ് പ്രോസ്പെക്ട്, ലൈബിലിറ്റീസ് ഫോർ മിസ്സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ മോഡ്യൂൾ 3 ഷെയർ ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ഷെയർസ്, കൈൻഡ്സ് ഓഫ് ഷെയർസ്, പബ്ലിക് ഇഷ്യൂ ഓഫ് ഷെയർസ്, ബുക്ക് ബിൽഡിംഗ്, അലോട്ട്മെന്റ് ഓഫ് ഷെയർസ്, ഇറഗുലർ അലോട്ട്മെന്റ്, ഇഷ്യൂ ഓഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. 4ാമത്തെ മോഡലില് കമ്പനീസിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ബോർഡ് ആൻഡ് ഗവർണൻസ് എങ്ങനെയൊക്കെയാണ്, അപ്പോയിന്റ്മെന്റ് എങ്ങനെയാണ്, അവരുടെ പൊസിഷൻ എന്തൊക്കെയാണ്, അവരുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, ലൈബിലിറ്റീസ് എന്തൊക്കെയാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിൽ മെമ്പേഴ്സ് ആയിട്ട് ഡയറക്ടേഴ്സ് ആയിട്ട് വരുന്നവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം, അവരെ എങ്ങനെ നമുക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാം, അവരെ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാം, അവരുടെ മാനേജറിയൽ പേഴ്സോണൽ എങ്ങനെയുള്ളതാണ്, കോർപ്പറേറ്റ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോർപ്പറേറ്റ് ഗവർണൻസിന്റെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഇനി അടുത്തതിലാണ് നമ്മളൊരു കമ്പനി തുടങ്ങുമ്പോൾ എങ്ങനെയൊക്കെയാണ് അതിന്റെ മീറ്റിംഗ്സ് എന്തൊക്കെയാണ് വേണ്ടത്, വാലിഡ് മീറ്റിംഗിന് എങ്ങനെയൊക്കെ ആയിരിക്കണം, സ്റ്റാറ്റുറി മീറ്റിംഗ് എന്തായിരിക്കണം, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് എന്താണ്, എക്സ്ട്രാ ഓർഡിനറി മീറ്റിംഗ് എന്താണ്, ബോർഡ് മീറ്റിംഗ് എന്താണ്, റെസൊല്യൂഷൻ എന്താണ്, ടൈപ്സ് ഓഫ് കമ്പനി സെക്രട്ടറി, പലതരത്തിലുള്ള കമ്പനി സെക്രട്ടറീസ് ഉണ്ട്, അവരുടെ ക്വാളിഫിക്കേഷൻ, അപ്പോയിന്റ്മെന്റ് എങ്ങനെയായിരിക്കണം, ഡ്യൂട്ടീസ് എന്തൊക്കെയായിരിക്കണം, വൈൻഡിങ് അപ്പ് എങ്ങനെയാണ് ചെയ്യുക കമ്പനി, അതിന്റെ മീനിങ് എന്താണ്, പലതരത്തിൽ വൈൻഡ് അപ്പ് ചെയ്യാം, വൈൻഡിങ് അപ്പ് ട്രൈബ്യൂണൽ ആയിരിക്കുമ്പോൾ എന്തായിരിക്കും, വളണ്ടറി വൈൻഡിങ് അപ്പ് എന്തായിരിക്കും, ക്രെഡിറ്റേഴ്സ് വളണ്ടറി വൈൻഡിങ് അപ്പ് എന്തായിരിക്കും, ആരാണ് ഈ ലിക്വിഡേറ്റർ, അവരുടെ പവേഴ്സ് എന്താണ്, ഡ്യൂട്ടീസ് എന്താണ്, ലൈബിലിറ്റീസ് എന്താണ്, വൈൻഡിങ് അപ്പ് ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്. ഇതൊക്കെയാണ് 5 മോഡലിൽ പഠിക്കാനുള്ളത്. അപ്പോൾ കോർപ്പറേറ്റ് റെഗുലേഷൻ എടുക്കുന്നത് ഞാനും സുരഭി ടീച്ചറും കൂടിയിട്ടാണ് എടുക്കുന്നത്. സുരഭി ടീച്ചർക്ക് 1 പീരീഡും, അപ്പൊ എനിക്ക് 3 പീരീഡ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ 4ാമത്തെ മോഡില് ടീച്ചർ എടുക്കും, ബാക്കി എല്ലാതും ഞാൻ എടുക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ ആവട്ടെ. ശരി.